ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് സ്മോൾ സോയ കറി വെക്കുന്നതാണ്, ചതച്ചിട്ട് കറി വെക്കുന്നതാണ് കാണിക്കുന്നത്. മുന്നേ ഇതുപോലത്തെ ഒരു വീഡിയോ ഇട്ടുണ്ട്, അതിൽ ചതച്ചിട്ടല്ല, അത് ഫുൾ ആയിട്ടിട്ടിട്ടാണ് കാണിച്ചത്. പിന്നെ സോയ ചൂടുവെള്ളത്തിലിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പത്തിന് തലേദിവസം അരച്ച് വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങയെല്ലാം ഇട്ട് ലേശം ചോറിലോട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകെല്ലാം മൂത്ത് വരുമ്പം 2 ക്യാരറ്റും കൂടെ ചെറുതായി അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ സോയ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് തിരിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. അതിലാവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് പുരട്ടിയിട്ട് അവിടെ വെക്കുക. ഈ ക്യാരറ്റും ഉള്ളിയെല്ലാം മൂത്ത് വരുമ്പം ഇതിലേക്കും ശകലം മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഗരം മസാലയും ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഈ സോയേൻ്റെത് എടുത്തിടുന്നുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി 1 സ്പൂണ്, പിന്നെ കസൂരി മേത്തിയും കൂടെ ഇടുന്നുണ്ട്. എല്ലാം കൂടെ ഇട്ട് മൂത്ത് വരുമ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കുക. അതിനുശേഷം 2 കപ്പിൽ 2 ഈ ബൗളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിരി കുറച്ച് വെക്കുക, അതൊന്ന് വേവാൻ വേണ്ടിയിട്ട്. ഏകദേശം ഇതായി കഴിഞ്ഞു. പിന്നെ അപ്പത്തിന് തലേദിവസം അരച്ച് വെച്ചതാണ്, അത് ദോശക്കല്ലിൽ ഒഴിച്ചിട്ടാണ് ഞാൻ ആക്കുന്നത്, അല്ലെങ്കിൽ അപ്പച്ചട്ടിയിലാക്കുന്നില്ല. അതുകൊണ്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ദോശ പോലെ പരത്തണ്ട, അതിലേക്ക് കയ്യിലോണ്ട് ഒഴിച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അടിപൊളി അപ്പവും സോയ ചതച്ച് മസാലക്കറിയാക്കി വെച്ചതും. പറയൂ, നിങ്ങൾ കാണുന്നവരൊക്കെ സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ ഡെയിലി വീട്ടിൽ എന്താ ഉണ്ടാക്കുന്നത് അതാണ് ഇടാറുള്ളത്. പിന്നെ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക അതല്ല, നമ്മൾ വീട്ടിൽ സാധാരണ നോർമൽ കഴിക്കാൻ ഉണ്ടാക്കുന്ന അതാണ്. അതാ എൻ്റെ അപ്പവും സോയയും റെഡി.